കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. വാണിമേൽ സ്വദേശി 46-കാരനായ റീജിത്താണ് മരിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? 10 മാസം മുന്നേ കിഡ്നിയിൽ കല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കാൻ വന്നായിരുന്നു. സഹോദരി ഭർത്താവിന് എന്നെ കൂടെ വന്ന് കാണിച്ചപ്പോൾ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി ആഗസ്റ്റ് 6-ന് സർജറിക്ക് ഡേറ്റ് തന്ന് ആഗസ്റ്റ് 6-ന് സർജറി ചെയ്തു. അപ്പോൾ 2 കിഡ്നിയിൽ റൈറ്റ് സൈഡിൽ കിഡ്നിക്കായിരുന്നു കംപ്ലൈൻറ്റ് കല്ലുണ്ടായിരുന്നത്. ഇവർ സർജറി ചെയ്ത് ലെഫ്റ്റ് സൈഡ് കിഡ്നിക്കാണ്. ലെഫ്റ്റ് സൈഡ് ചെയ്ത് അത് എല്ലിനും തട്ടിയിട്ട് പഴുപ്പ് മാറാതെ 2-3 മാസം പഴുപ്പിന് വേണ്ടി ആഴ്ചയ്ക്ക് ഇവരോട് അഡ്മിറ്റ് ചെയ്യാതെ പേഷ്യൻറ്റിനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോവും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ പഴുപ്പൊക്കെ ഊരിപ്പോകുന്ന അവസ്ഥയൊക്കെ വന്ന് വീണ്ടും പഴുപ്പ് വന്നപ്പോൾ വീണ്ടും കാണിക്കാൻ വന്ന് പറഞ്ഞപ്പോൾ ഒരു സ്കാനിങ്ങും കൂടി എടുക്കണം, കുറച്ച് രക്ത ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഡോക്ടർ തിയേറ്ററിലാണുള്ളത്, തിയേറ്ററിലേക്ക് പോയി കാണണമെന്ന് പറഞ്ഞു OP-ന്ന്. അങ്ങനെ തിയേറ്ററിലേക്ക് വന്നപ്പോൾ റീതട്ടണ ഹോസ്പിറ്റലിൽ ഉള്ളിലേക്ക് കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഡോക്ടർ വന്നിട്ട് ഒരു സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പിൽ കംപ്ലീറ്റ് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിക്കാനും സ്റ്റഡൊക്കെ മേടിക്കാനാണ്. അപ്പോൾ എന്താ സർജറി എന്ന് വെച്ചപ്പോൾ സർജറി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യൂല എന്നാണ്, സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യൽ നിർബന്ധമാണ്, സർജറി ചെയ്താൽ മതിയാവുമെന്നാണ്. അപ്പോൾ എന്താ കാരണം വെച്ചപ്പോൾ സർജറി ചെയ്യണോ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യൂല, ഞങ്ങളൊന്നും വാങ്ങിത്തരില്ല എന്നാണ്. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കൺസെൻറ്റും കൊടുത്തില്ല. കൺസെൻറ്റ് കൊടുക്കാതെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും തുളച്ച് പഴുപ്പിട്ടിട്ട് വീണ്ടും ഇറങ്ങി വന്നു. ഇത് രണ്ടും കൂടി പഴുത്ത് കുറേ ആഴ്ചയ്ക്ക് വന്ന് മരുന്ന് വെക്കൂ, സാധാരണ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോക്ടർ ഒഴിവാക്കൂ. വേണുഗോപാൽ സാറിൻ്റെ കീഴിലായിരുന്നു ചെയ്തത്. വേണുഗോപാൽ സാർ അല്ല സർജറി ചെയ്ത്, അസിസ്റ്റൻറ്റ് ഡോക്ടർമാരാണ് ചെയ്ത്. അവരോട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ഒന്നും കൃത്യമായി തരൂല. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ മലബാർ കോളേജിൽ കാണിച്ചപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു ഇതാരാ ഇങ്ങനെ ചെയ്ത്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ തന്നെ പോയിക്കോ, ആ ഡോക്ടറെ കീഴിൽ തന്നെ ചെയ്തോന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഡോക്ടർക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർ വന്ന് ചെയ്യാത്തത്. അങ്ങനെ വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും പഴുത്ത് കഴിഞ്ഞ ദിവസം മലബാറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇവർ അഡ്മിറ്റ് ചെയ്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ച് കാഷ്വാലിറ്റിയിലും ICU ഇല്ല, ഇവിടെ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിപ്പിച്ചു. 2 ദിവസം പുറത്തിപ്പിച്ചു. അപ്പോഴേക്കും ആൾ വയലൻ്റായി, ഇത് വല്ലാണ്ട് വീക്കായി, ബോഡി വീക്കായപ്പോൾ മെഡിക്കൽ ഐസിയിലേക്ക് മാറ്റി. മെഡിക്കൽ ICU പിറ്റേന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് മരണപ്പെട്ടു. ഇപ്പോൾ രാവിലെ ഡോക്ടർ വന്നിട്ട് ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ ബോഡി ഏറ്റുവാങ്ങിയില്ല ഇതുവരെ. പോലീസ് പരാതി കൊടുത്തിരുന്നു, സൂപ്രണ്ടിനും പരാതി കൊടുത്തിരുന്നു. നിങ്ങൾ എന്നാണ് പരാതി കൊടുക്കുന്നത്? പരാതി 3 ദിവസം മുന്നേ കൊടുക്കുന്നത്, വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ദിവസം പരാതി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ചെയ്യേണ്ട സർജറി റൈറ്റ് സൈഡാണ്? നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. സ്കാൻ ചെയ്ത് ഡോക്ടറാണല്ലോ ചെയ്യുന്നത്. ഇത് മലബാർ ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് പറയുന്നത് ഈ കംപ്ലൈൻറ്റ് ഇല്ലാത്ത കിഡ്നിക്കാണ് ചെയ്തത്, മറുപടി മാറ്റി ഏപ്രിൽ 1-ാം തീയതി 2ാമത്തെ സർജറി ചെയ്യുന്നത്. ഈ ഞങ്ങളോട് ചോദിക്കാതെ കൺസെൻറ്റ് ഇല്ലാതെ. പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ സംഭവം എന്നുള്ളത്. ഈ മലബാറിൽ ഒരു മാസം മുൻപ് പോയപ്പോഴാണ് നിങ്ങൾ ഈ സർജറി മാറിയാണ് ചെയ്തത്? മനസ്സിലായത്. അന്ന് ആദ്യം തന്നെ പറയല്ലോ ഏത് ഭാഗത്താണ് സർജറി ചെയ്യുക. അവിടെ ഒരാഴ്ച കിടന്ന് ICU തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടുപോകേണ്ട കണ്ടീഷൻ എല്ലാം വളരെ വളരെ മോശമായിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയാന്ന് പറഞ്ഞു. ആദ്യത്തെ സർജറി മാറി ചെയ്തല്ലോ ലെഫ്റ്റ് സൈഡിൽ. ആ സമയത്ത് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ റൈറ്റ് സൈഡിലായിരിക്കും സർജറി ഉണ്ടാവുക എന്ന്? അല്ല, പിന്നെ അത് മനസ്സിലായത്. നമുക്ക് ഫസ്റ്റ് സ്കാനിങ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ഇതില്ലാത്തതുകൊണ്ട് കിഡ്നി കംപ്ലൈൻറ്റ് കല്ലാണല്ലോ, അത് എടുത്തിട്ടുണ്ടാവുന്ന കണ്ടീഷനിലത് മാറ്റി. സൂപ്രണ്ട് പരാതി കൊടുത്ത സമയത്ത് എന്താണ് പറയുന്നത്? സൂപ്രണ്ട് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മെഞ്ഞാന്ന് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. വെന്റിലേറ്റർ മാറ്റിയ സമയത്ത് വളരെ വളരെ സീരിയസ് ആയി. അന്ന് ഇതിനെപ്പറ്റി ട്രീറ്റ്മെൻറ്റ് ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പോലീസ് പരാതി കൊടുത്തപ്പോൾ CI കൊടുത്ത് നേരിട്ട് ഞങ്ങളെ മുന്നിൽ തന്നെ വിളിച്ച് ഡോക്ടറോട് കാര്യങ്ങൾ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ട് അസിസ്റ്റൻറ്റ് ഡോക്ടർ നമ്പർ കൊടുത്തു. ആ അസിസ്റ്റൻറ്റ് ഡോക്ടറെ വിളിച്ച് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ചികിത്സയൊക്കെ തുടർന്ന് വന്നു. അപ്പോൾ ഇന്നലെ വരെ ഫുൾ വെന്റിലേറ്റർ തന്നെയായി. അപ്പോൾ ശരിക്കും ഒരു 3 ദിവസമായി വെന്റിലേറ്റർ കിടക്കുന്നത്. ഈ 2 കിഡ്നിയും ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സമ്മതമില്ലാതെ ചെയ്ത സമയത്ത് അതിനെന്താണ് അവർ കാരണമായി പറഞ്ഞത്? അവർ പറഞ്ഞ് ഇപ്പുറത്ത് പഴുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് തുളച്ചതെന്നാണ് പറഞ്ഞത്. സർജറി ചെയ്തത് പറഞ്ഞില്ല. ഇപ്പുറത്ത് ഒരു പൈപ്പ് ഇട്ടല്ലോ, അതെന്താണ് പൈപ്പ് ഇട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പുറത്തെ കിഡ്നിയിൽ നിന്ന് പഴുപ്പെടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് ഇട്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത് നമ്മളോട്. സർജറി നിന്ന് പിന്നെ മലബാർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മനസ്സിലായി. നിങ്ങളിപ്പം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ബോഡി ഏറ്റുവാങ്ങുന്നില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യണം നിർബന്ധമാണ് നമുക്ക്. എന്താണ് ഇതിൻ്റെ ഇവരെ ചികിത്സാ പിഴവ് തന്നെയാണ് സംഭവിച്ചെന്നുള്ളത് 100% ഉറപ്പാണ്. 46 വയസ്സായിട്ടേ ഉള്ളൂ. ഒരു ആരോഗ്യ പ്രശ്നം ഒന്നും ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനത്തെ ഒരു അസുഖമില്ലാത്ത ആളായിരുന്നു. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ്. പണിയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാക്കി. വേദന വന്ന് ചെറിയ സൈഡിൽ നിന്ന് വേദന വന്നപ്പോൾ. ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? റീജിത്തിൻ്റെ ഭാര്യ മാത്രമല്ല, കുട്ടികളായിട്ടില്ല. ഭാര്യ ഇവിടെയുണ്ട്. ഭാര്യ ഇപ്പം ഇവിടെയുള്ള അറിയിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഏതായാലും ചികിത്സാ പിഴവ് തന്നെയാണ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം.